എല്ലാവർക്കും വെൽക്കം. നമ്മളൊരു പുതിയൊരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു സൂപ്പർ ട്രേഡിംഗ് സ്ട്രാറ്റജീനെ കുറിച്ചിട്ടാണ്. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും പിവോട്ട് മെത്തേഡിനെ കുറിച്ചിട്ട്. അപ്പോൾ എന്താണ് പിവോട്ട്, എങ്ങനെ അത് ഉപയോഗിക്കാം, പൊസിഷണൽ ട്രേഡിങ്ങിന് അതെങ്ങനെ ഉപയോഗിക്കാം, ഇൻട്രാഡേ ട്രേഡിങ്ങിന് അത് എങ്ങനെ ഉപയോഗിക്കാം എന്നും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഞാൻ സുനിൽ മത്തായി, ഫൗണ്ടർ ഓഫ് ട്രേഡ് ടോക്സ്. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ പഴയ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ ഐ ബട്ടണിൽ പോവുക, നമ്മുടെ പഴയ വീഡിയോസ് എല്ലാം കണ്ടു തീർക്കുക. എന്താണ് പിവോട്ട്സ് മെത്തേഡ് എന്ന് പറയുന്നത്? പിവോട്ട് എന്ന് പറയുന്നത് വളരെ പ്രശസ്തമായിട്ടുള്ള ട്രേഡിങ്ങിൻ്റെ ഒരു ഫീൽഡിൽ നിൽക്കുന്ന എല്ലാവരും ഒത്തിരി കാലങ്ങളായിട്ട് തന്നെ യൂസ് ചെയ്യുന്ന ഒരു റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് ഫൈൻഡിങ് ടൂളാണ്. നിങ്ങൾ ഓൾറെഡി പ്രൈസ് ആക്ഷൻ മൂവ്മെൻറ്റിലൊക്കെ നിങ്ങൾ ഇൻഡിക്കേറ്റേഴ്സൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും. ഡൈനാമിക് ആൻഡ് സ്റ്റാറ്റിക് റെസിസ്റ്റൻസ് സപ്പോർട്ട്സ് ഒക്കെ കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന പിവോട്ട് എന്ന് പറയുന്ന ടൂള് പ്രീവിയസ് ഡേയുടെ ഹൈ ലോ അതുപോലെ തന്നെ ക്ലോസ് ഇതെല്ലാം വെച്ചിട്ട് അല്ലെങ്കിൽ ഓപ്പണിംഗ് ഒക്കെ വെച്ചിട്ട് ഒരു കാൽക്കുലേഷനിൽ നമുക്ക് റെസിസ്റ്റൻസ് നെക്സ്റ്റ് ഡേയുടെ റെസിസ്റ്റൻസ് സപ്പോർട്ടൊക്കെ കണ്ടുപിടിച്ച് തരുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് യൂസ് ചെയ്യുക എന്നൊക്കെ നമുക്ക് ഇന്നത്തെ ട്രേഡിംഗ് മെത്തേഡിൽ നോക്കാം. അപ്പോൾ നമ്മൾ മൂവിങ് ആവറേജ് ഉപയോഗിച്ചിട്ടുണ്ടാവും, സൂപ്പർ ട്രെൻഡ് ഉപയോഗിച്ചിട്ടുണ്ടാവും, അങ്ങനെ പല ഇൻഡിക്കേറ്റേഴ്സ് നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാവും. ഈ ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം ആക്ച്വലി ഒരു ലാഗിങ് ഇൻഡിക്കേറ്ററാണ്. എന്നാൽ പിവോട്ടിലോട്ട് വരുമ്പോൾ പിവോട്ട് റിയൽ ആയിട്ടുള്ള പ്രൈസ് ആണ് ഉപയോഗിക്കുന്നത്. ഒരു പ്യുവർ പ്രൈസ് ആക്ഷൻ ഇൻഡിക്കേറ്റർ തന്നെയാണ് ഈ പറയുന്ന പിവോട്ട് ഇൻഡിക്കേറ്റർ. അപ്പോൾ ആദ്യമേ നമുക്ക് സ്വിംഗ് ട്രേഡിങ്ങിൽ എങ്ങനെ ഉപയോഗിക്കാം നോക്കാം. അതുപോലെ തന്നെ ഇത് ഇൻട്രാഡേ ട്രേഡിങ്ങിൽ എങ്ങനെ ഉപയോഗിക്കാം നോക്കാം. അതുപോലെ തന്നെ ഈ ഒരു ട്രേഡിംഗ് മെത്തേഡിൽ ഇത് എങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിച്ച് നല്ല പ്രോഫിറ്റ്സ് എടുക്കാം എന്ന് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ നോക്കാം. നേരെ നമ്മൾ സ്ക്രീനിലോട്ട് വരികയാണെങ്കിൽ നിങ്ങൾ ഗ്രോയിലെ അക്കൗണ്ടിൽ ജസ്റ്റ് ലോഗിൻ ചെയ്യുക. എന്നിട്ട് നേരെ നമ്മൾ നമ്മുടെ ചാർട്ട് ഓപ്പൺ ചെയ്യുക. ഈ ഒരു ചാർട്ടിൽ ട്രേഡിംഗ് വ്യൂ തന്നെയാണിത്. ഈ ഒരു ചാർട്ടിൽ നമുക്ക് പിവോട്ട് ആഡ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ പിവോട്ട് സെർച്ച് ചെയ്യുമ്പോൾ പിവോട്ട് പോയിന്റ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഒരു സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് ഇതെങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം. അപ്പോൾ സ്വിംഗ് ട്രേഡിങ്ങിൽ നിങ്ങൾ ഡെയിലി ക്യാൻഡിലാണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇത്തരത്തിലുള്ള P, R1, R2, R3 അതുപോലെ തന്നെ S1, S2, S3 ഇങ്ങനെ കുറച്ച് ലൈൻസ് ആണ് വരുന്നത്. അപ്പോൾ ഇത് P എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് പിവോട്ട് ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ R1 എന്താണ്? തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവലിനെയാണ് നമ്മൾ R1 എന്ന് പറയുന്നത്. റെസിസ്റ്റൻസ് 1, റെസിസ്റ്റൻസ് 2. അപ്പോൾ നമ്മൾ താഴത്തോട്ട് നോക്കുകയാണെങ്കിൽ സപ്പോർട്ട് 1, സപ്പോർട്ട് 2 അങ്ങനെ ഓരോ ലെവലുകൾ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം പ്രോപ്പറായിട്ടുള്ള റെസിസ്റ്റൻസ് സപ്പോർട്ട് വ്യൂ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു റെസിസ്റ്റൻസ് ലെവലിൽ മാർക്കറ്റ് എത്തി അവിടെ നിന്ന് റിജക്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വീണ്ടും ആ ഒരു ലെവലിൽ എത്തുമ്പോൾ ആ ഒരു ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് അത് ഒരു റെസിസ്റ്റൻസ് ലെവലാണ് അല്ലെങ്കിൽ ഒരു പ്രൈസ് ലെവലിൽ സെല്ലിംഗ് പ്രഷർ വരികയും അവിടെ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആകുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് ഒരു സപ്പോർട്ട് ലെവൽ അല്ലേ. ഒരു സപ്പോർട്ട് ലെവലിൽ എത്തിക്കഴിയുമ്പോൾ അവിടെ ഒരു ബൈയിങ് പ്രഷർ വരികയും മാർക്കറ്റ് അവിടെ നിന്ന് മുകളിലോട്ട് പോവുകയും ചെയ്യും എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം. നമ്മൾ നേരെ ഈ സ്ക്രീനിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കൃത്യമായിട്ട് കാണാം മാർക്കറ്റിൽ എങ്ങനെയാണ് ഈ പിവോട്ട് ലെവൽസ് വർക്ക് ചെയ്തിരിക്കുന്നതെന്ന്. നമ്മൾ നേരെ ജൂലൈ മന്ത്, നമുക്കിത് മന്ത്ലിയാണ് ഓരോ പിവോട്ട്സ് വരുന്നത്. അപ്പോൾ ജൂലൈ മന്തിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ജൂലൈ മന്ത് ഓപ്പൺ ചെയ്യുന്നത് തന്നെ R1 എന്ന് പറയുന്ന ആ ഒരു റെസിസ്റ്റൻസിൻ്റെ തൊട്ടടുത്താണെന്ന് കാണാം. അപ്പോൾ ഈ പറയുന്ന R1 ഈ ഒരു ലെവലിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. R1 ഈ ഒരു ലെവൽ ബ്രേക്ക് ഔട്ട് ചെയ്തതിന് ശേഷം വളരെ ഗ്രാജുവലി മാർക്കറ്റ് R2 കൂടി ബ്രേക്ക് ചെയ്ത് റെസിസ്റ്റൻസ് 2 കൂടി ബ്രേക്ക് ചെയ്ത് ഒരു നല്ലൊരു മൂവ്മെൻറ്റ് മുകളിലോട്ട് നടത്തുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ആക്ച്വലി ഒരു ജൂലൈ മന്തിൽ നമ്മൾ ട്രേഡ് ചെയ്തിരുന്നുവെങ്കിൽ നമുക്ക് R1 ബ്രേക്ക് ചെയ്യുന്ന ആ ഒരു സമയത്ത് ഈ ഒരു സമയത്തൊക്കെ R1 ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ആ R1 ബ്രേക്ക് ചെയ്ത ക്യാൻഡിൽ കൃത്യമായിട്ടുള്ളൊരു ഡെയിലി ക്യാൻഡിൽ ക്ലോസ് ഒക്കെ കിട്ടുകയാണെങ്കിൽ ആ ഒരു ക്ലോസ് കിട്ടിയ ക്യാൻഡിൽ കൃത്യമായിട്ട് നമുക്കൊരു എൻട്രി എടുക്കുകയാണെങ്കിൽ R2 വരെ നമുക്ക് വളരെ റെസിസ്റ്റൻസ് 2 ലെവൽ വരെ നമുക്ക് ഒരു അടിപൊളി ട്രേഡ് അവിടെയുണ്ട്. കാരണം ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത സ്ഥിതിക്ക് നമ്മൾ അടുത്ത റെസിസ്റ്റൻസ് വരെയൊക്കെ ഈ ഒരു എൻട്രി കിട്ടും. R3 ഒക്കെ പോകുന്ന കണ്ടീഷൻസ് വളരെ കുറവാണ്. ഇപ്പം നമുക്ക് ജൂൺ മന്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും R3യുടെ തൊട്ടടുത്ത് വരെയൊക്കെ പോയിട്ടുണ്ട്. ഇതൊരു നല്ല ബുള്ളിഷ് മൂവ്മെൻ്റ് നടക്കുന്ന സമയത്താണ് അത്തരത്തിലുള്ളൊരു മൂവ്മെൻ്റൊക്കെ മാർക്കറ്റ് ആക്ച്വലി ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് ഒരു സ്വിംഗ് ട്രേഡിംഗ് ടെക്നിക്സിലോട്ട് വളരെ കൃത്യമായിട്ട് പോവാം. ഈ ഒരു കണ്ടീഷനിൽ
അപ്പോൾ നിങ്ങൾ ഇവിടെ ഈ ഒരു ചാർട്ട് നോക്കുകയാണെങ്കിൽ S1-ൽ നിന്ന് വളരെ കൃത്യമായിട്ടുള്ളൊരു ഹാമർ പാറ്റേൺ ഇവിടെ ക്രിയേറ്റ് ആയിട്ട് കാണാം. അപ്പോൾ നിങ്ങളൊരു ബുള്ളിഷ് ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഹാമർ ക്യാൻഡിലിൽ ഒരു എൻട്രി എടുത്തുകൊണ്ട് ഈ ഹാമറിൻ്റെ ലോ ലെവല് നമുക്ക് സ്റ്റോപ്പ് ലോസ് ആയിട്ട് വെച്ചുകൊണ്ട് ഒരു ട്രേഡ് വേണമെങ്കിൽ ഇനീഷ്യേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്നാൽ നമുക്കറിയാം ഇവിടെ നിന്ന് ഇപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ലോസ് നോക്കുകയാണെങ്കിൽ 19,441 ലെവലിൽ നിന്ന് നമുക്ക് വരുന്ന 19,269 ഒരു സ്വിംഗ് ട്രേഡ് ആയതുകൊണ്ട് തന്നെ ഒരു വലിയ സ്റ്റോപ്പ് ലോസ് തന്നെയാണ്. നിങ്ങൾ പല സ്റ്റോക്കുകളിലും ഈ ഒരു പിവോട്ട് ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ മികച്ച ട്രേഡ്സ് അവിടെ നിന്ന് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ ഇത് ഏപ്രിൽ മന്താണ്. ഏപ്രിൽ മന്തിൽ ഇതുപോലെ തന്നെ ഒരു ഹാമർ ക്യാൻഡിലാണ് പിവോട്ടിൽ നിന്ന് ജനറേറ്റ് ആയിട്ടിരിക്കുന്നത്. ഈ ഒരു ലെവലിൽ ഞാൻ അത് നിങ്ങൾക്ക് വരച്ച് കാണിക്കാം. ഈ ഒരു ലെവലിൽ നമുക്ക് എന്ത് വന്നിട്ടുണ്ട്, ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഹാമർ ക്യാൻഡിൽ വരികയും അവിടെ നിന്ന് പിവോട്ട് ലെവലിൽ നിന്ന് R1 ലെവൽ വരെ നമുക്കൊരു അടിപൊളി ഒരു എൻട്രി കിട്ടി. ഇവിടെ സ്റ്റോപ്പ് ലോസ് നേരത്തെ നമ്മൾ ഇപ്പോഴത്തെ കണ്ടീഷനേക്കാൾ വളരെ കുറവാണ്, വളരെ ചെറിയ പോയിന്റ്സേ ഉള്ളൂ എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു 17,430 ലെവലിൽ നമ്മളൊരു എൻട്രി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ സ്റ്റോപ്പ് ലോസ് 17,300, ഒരു 150 പോയിന്റ് സ്റ്റോപ്പ് ലോസ് വെക്കുകയാണെങ്കിൽ 420 മുതൽ നമുക്ക് 800, ഏകദേശം 400 പോയിന്റിൻ്റെ ഒരു മൂവ്മെൻറ്റ് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഏപ്രിൽ മന്തിൽ ഒരു സൂപ്പർ ട്രേഡ് തന്നെയാണ് ഈ ഒരു പിവോട്ട് നമുക്ക് തന്നിരിക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, നമുക്ക് ഇൻട്രാഡേ സെറ്റപ്പിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇൻട്രാഡേ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ 15 മിനിറ്റ് ചാർട്ട്സിൽ വേണം ആദ്യം നിങ്ങൾ ഉപയോഗിച്ച് പഠിക്കാനായിട്ട്. 15 മിനിറ്റ് ചാർട്ട് നിങ്ങൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാകുന്നതനുസരിച്ച് നിങ്ങൾക്ക് ചെറിയ ടൈം ഫ്രെയിമിലോട്ട് പോകാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു മന്തിൻ്റെ ചാർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതാണ് 14-ാം തീയതിയിലത്തെ ചാർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ 14-ാം തീയതി ഒരു വലിയ ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ചെയ്ത് സെൽ ഓഫ് ആണ് മാർക്കറ്റ് ആക്ച്വലി ആയത്. അതിനുശേഷം മാർക്കറ്റ് താഴെ നിന്ന് തിരിച്ച് S2 ലെവലിൽ റെസിസ്റ്റൻസ് എടുക്കുകയും S2 ലെവലിനെ അത്യാവശ്യം ഒരു വലിയ ക്യാൻഡിൽ, അത്യാവശ്യം ഒരു വൈഡ് റേഞ്ച് ക്യാൻഡിൽ വെച്ചിട്ട് ഒരു സ്ട്രെങ്ത് ഉള്ളൊരു ക്യാൻഡിൽ വെച്ച് ബ്രേക്ക് ചെയ്യുകയും ആ സ്ഥലത്തുനിന്ന് ഒരു പിവോട്ട് ലെവൽ വരെ നമുക്കൊരു ട്രേഡ് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഈ S2-ൽ നിന്ന് ഈ ഒരു ക്യാൻഡിൽ കണ്ടുകൊണ്ട് നമുക്ക് എൻട്രി എടുത്തു കഴിഞ്ഞാൽ എവിടം വരെ നമുക്ക് ട്രേഡ് എടുക്കാം, പിവോട്ട് ലെവൽ വരെ ഒരു സൂപ്പർ എൻട്രി നമുക്ക് കിട്ടുന്നതായിരുന്നു. അപ്പോൾ ഈ ലെവലിൽ നിങ്ങളിങ്ങനെ ട്രേഡ്സ് കണ്ടുപിടിക്കും. ഇപ്പോൾ ഇവിടെ നോക്കൂ, മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഒത്തിരി സമയം എന്ത് ചെയ്യാണ്, S1 എന്ന് പറയുന്ന ഈ ഒരു ലെവലിനെ റെസിസ്റ്റൻസ് എടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ എടുക്കുന്ന സമയത്ത് നമുക്ക് S1 ലെവലിൽ നിന്ന് വളരെ ചെറിയൊരു സ്റ്റോപ്പ് ലോസ് മുകളിൽ, ഇപ്പോൾ ഇവിടെ ഒരു ഡോജിയുടെ ഒരു സ്റ്റോപ്പ് ലോസ് ഉണ്ട്. ഈ ഒരു ലെവലിൽ നമുക്കൊരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് S2 ലെവൽ വരെ നമുക്ക് ആ ഒരു എൻട്രി കീപ്പ് ചെയ്യാനായിട്ട് പറ്റും. അത് 11-ാം തീയതിയാണ്. നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന പിവോട്ട് ലെവൽസിൻ്റെയും S1 to S2 മുതലോ അല്ലെങ്കിൽ S3 മുതൽ S2 വരെയൊക്കെ നമുക്ക് കൃത്യമായിട്ട് എൻട്രീസ് കിട്ടും. അപ്പോൾ ഈ ഒരു ചാർട്ട് പാറ്റേണിൻ്റെ കൂടെ നിങ്ങൾ ഒരു ഓവറോൾ വ്യൂവും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തുപയോഗിക്കാം, ക്യാൻഡിൽ കൺഫർമേഷൻ കൂടി ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. പ്രൈസ് ആക്ഷൻ ട്രേഡിംഗ് മെത്തേഡിൽ നിങ്ങൾക്ക് റെസിസ്റ്റൻസ് സപ്പോർട്ട്സ് ഉപയോഗിക്കാനായിട്ട് ഈ ഒരു ഇൻഡിക്കേറ്റർ ഒരു ലാഗും ഇല്ലാതെ വളരെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ വളരെ നല്ല രീതിയിൽ ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്കുടെ ട്രേഡിംഗ് സിസ്റ്റത്തിലേക്ക് നിങ്ങൾക്ക് ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ആർക്കെങ്കിലും ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതിൻ്റെ കാൽക്കുലേഷൻ എന്താണ് എന്ന് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതുകൂടി ഞാൻ ഇവിടെ സ്ക്രീനിൽ ഷെയർ ചെയ്യുകയാണ്. എന്താണ് പിവോട്ട് പോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ, ലോ, ക്ലോസ്, ഇത് മൂന്നും സം ചെയ്തിട്ട് അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന ഒരു ലെവലാണ്. പ്രീവിയസ് ഡേയുടെ ഹൈ, ലോ, ക്ലോസ് കണ്ടുപിടിച്ച് അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. S1 എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു വാല്യൂവിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഹൈ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന പോയിന്റിന് ഹൈ കുറയ്ക്കുക. അങ്ങനെ S1, R1, S2 ഈ ഒരു സ്ക്രീനിൽ കാണുന്ന ഈ ഒരു കാൽക്കുലേഷനാണ് നമ്മൾ പിവോട്ട് മെത്തേഡിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും പിവോട്ട് മെത്തേഡ് എന്താണെന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ ട്രേഡിംഗ് സിസ്റ്റത്തിലോട്ട് ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ റിസൾട്ട് ഉറപ്പായിട്ടും ഈ വീഡിയോൻ്റെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ ട്രേഡ് ചെയ്യുന്ന ആർക്കെങ്കിലും ഉപകാരപ്രദമാകും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. അടുത്തൊരു വീഡിയോയിൽ ഒരു അടിപൊളി ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.